ഷൂട്ടിംഗ് വ്ലോഗ് കണ്ടാലോ? ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സ് ലാബ് മൈന സ്റ്റുഡിയോയുടെ ഇനാഗ്രേഷൻ ആണ്. ചേട്ടാ ഒന്നുമില്ല. പോൺസിന്റെ BB ക്രീം ആണ് ഞാൻ തേച്ചേക്കാം. വേറെ ഒരു മേക്കപ്പ് ഇല്ല, സൺസ്ക്രീനും ഒന്നും ഇല്ല. ജസ്റ്റ് ഒരു പൊട്ടു കുറച്ച് ലിപ്സ്റ്റിക്. ഇനി ആദ്യം കുറച്ച് ചുണ്ട് വരലാതിരിക്കാൻ വേണ്ടി ബൗൺ തേച്ചു. മാമയുടെ ലിപ്സ്റ്റിക് ഏതാ ഷെയ്ഡ് എനിക്കറിയില്ല. ജസ്റ്റ് ഇതാണ് നൈസായിട്ട് കുറച്ച് നാടൻ ഫാഷനാണ്. അപ്പം നമ്മൾ ഓവർ മേക്കപ്പ് ചെയ്യും. എനിക്ക് ഓവർ മേക്കപ്പ് ചെയ്യാൻ അറിയില്ല. ഇത്രയൊക്കെ സർപ്രൈസ് പണില്ലേ? കാണാനൊരു ലുക്കില്ലെങ്കിലും ഓരോ ബുദ്ധിയില്ലാത്തൊരു മന്ദബുദ്ധിയാണ് ഈ വ്ളോഗിൻ്റെ ഓണർ. അപ്പോൾ ദയവേത് നിങ്ങളെല്ലാവരും സഹകരിച്ച് എന്തെങ്കിലും ചെയ്ത് ഈ കുട്ടിയെ ചികിത്സിക്കാനുള്ള ഫണ്ട് അതെ. ഗൂഗിൾ പേ നമ്പർ വന്നിട്ട് 98 46 72 62 22. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ മാനസിക ഭ്രാന്തിയുള്ള ഒരു കുട്ടിയാണ്. ഞങ്ങൾ കഴിയുന്ന രീതിയിലൊക്കെ ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. പക്ഷെ അത് പോരാ. ഇവിടെ ഇന്ത്യൻ മെഡിക്കൽ വിഭാഗത്തിൽ നിന്ന് മനഃശാസ്ത്ര വിഭാഗത്തിൽ ഇതിനുള്ള ചികിത്സയില്ലെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ വിദേശത്തേക്ക് വിടാനുള്ള ഒരു ആലോചനയിലാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഫണ്ട് ആവശ്യമുള്ളത് ഇല്ല. ലണ്ടനിലേക്ക് ഇവിടെ ഉണ്ടാവും. മയപ്പനപ്പൻ എന്തെടുത്ത് ഇതെന്റെ അച്ഛൻ, ഇത് വലിയച്ഛൻ, ഇത് ആ തേങ്ങ തല വീടുണ്ടോ? ഈ കോട്ടി വെച്ച തേങ്ങ വേണം തല വീഡിയോയിൽ കാണിക്കാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. ശരണ്യേ ഇതിന്റെ ഉള്ളിൽ നോക്കേണ്ടത്. ആ പൈസ ആയിട്ട് ഇങ്ങനെ പിടിച്ചിക്കണേ. ആ കിട്ടി കിട്ടി കിട്ടി. ആ ജേക്ക് 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 ഈ സൈഡ് കൂടെ എടുത്തോ. താഴെ വേണം ഇതാണ് വിഭീഷണും ലാലേട്ടനും കൂടെ
കഴിഞ്ഞ പറഞ്ഞത് അതാ കയ്യോട് പിടിക്കല്ലേ പിടിച്ച് ഇടുക്ക് നിനക്ക് ലോക്ക് ചെയ്തില്ല, നിന്നോട് ലോക്ക് ചെയ്തില്ല നീ ചേട്ടാ. കൈ പിടിക്കരുത് കിട്ടിയാ കടിക്കണം ഡ്രാക്കുള അയ്യേ പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ കൊളാക്കിയല്ലോ. താൽക്കാലികമായിട്ട് ഞാൻ ബ്രെഡ് പോക്കറ്റ് എങ്ങനെയുണ്ട് ശബ്ദം ടീം? എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? മൂഡ് പറയാ. ഓ എന്നെ പറ്റി പറയാനല്ലോ. ശരിക്കും പറ, എന്തായാലും പറ. മൂഡ് പറയാ. അടിപൊളിയാ. നീ പറഞ്ഞു പറയിപ്പിക്കുമ്പോൾ ശരിക്കും ആത്മാർത്ഥം നിനക്ക് പറ. ശബ്ദം പോലെ തന്നെ എല്ലാവർക്കും ശബ്ദമുണ്ട്. എത്ര സെക്കൻഡ് നേരം കൊണ്ട് മിണ്ടിയിട്ടില്ലെങ്കിൽ അതായത് എന്തെങ്കിലും പണ്ട് പ്രായമുള്ള മുത്തശ്ശനായിരുന്നു. മുത്തച്ഛന് 8 കുട്ടികളുണ്ടായിരുന്നു. 8ാമത്തെ കുട്ടിയുടെ പേരാണ് പത്രോസ്. പത്രോസിനൊന്നും പത്രം വിടുന്ന പണിയായിരുന്നു. 10 റോസും കൊണ്ട് പത്രം ഇടാൻ പോകുന്നതാണ് പുള്ളിനെ പത്രോസ് കൊടുത്തിരുന്നത്. പത്രോസ് എന്നും രാവിലെ പോകുന്ന പോലെ അന്നും പത്രം ഇടാൻ പോയി. അപ്പോഴാണ് അറിഞ്ഞത് അയാളുടെ മകൾക്ക് ഒരു കാമുകനുണ്ട്. ആ കാമുകന്റെ വീട്ടിലാണ് പത്രോസ് പത്രം. പത്രം ഇട്ടാൽ ആ കാമുകൻ പത്രം എടുത്തിട്ട് നോക്കി ഞെട്ടിപ്പോയി. പത്രത്തിൽ നടക്കുന്ന പത്രത്തിൽ നടപ്പിക്കുന്ന വാർത്ത ഉണ്ടെന്നോ? ഈ പറയണ്ട കേരളത്തിൽ ഇവിടെ എത്തുമ്പോ പറഞ്ഞതി. ഒരു ഭീകരാക്രമണം ഉണ്ടാവുന്ന സാധ്യത. ആര് ഭീകരാക്രമണം ഉണ്ടാവുന്ന സാധ്യത ഉണ്ട്. പക്ഷെ അയാളതൊന്നും ശ്രദ്ധിച്ചില്ല. അയാൾക്ക് ആദ്യം കിട്ടിയത് പത്രത്തിന്റെ ബില്ലാണ്. ബില്ല് കണ്ട് അയാൾ ഞെട്ടി. ബില്ല് വെറും 100 രൂപ മാത്രമായിരുന്നു. പക്ഷെ കീറിയ ബില്ല് ഒട്ടിക്കാൻ വേണ്ടി ഫെവിക്കോൾ അന്വേഷിച്ച് പത്രോസ് ചെന്നെത്തിയത് കാമുകന്റെ വീട്ടിലായിരുന്നു. മകന്റെ കാമുകന്റെ കടയിലായിരുന്നു. ബംഗാളി ബാബു ആ 10 പൈസ തന്നിട്ടില്ല. അപ്പം അമ്മ അമ്മ 10 പൈസ 10 രൂപ തരണം. 10 രൂപ എടുക്കല്ലാത്ത കാമുകൻ. അപ്പൊ അമ്മ ചോദിച്ചു, നിനക്ക് പത്രത്തിന്റെ ബില്ലാണോ അതോ കത്തിയുടെ ബില്ലാണോ? അപ്പൊ പറഞ്ഞു കത്തിയുടെ ബില്ല് മതി. കത്തിയുടെ ബില്ല് ചോദിച്ചപ്പോൾ കത്തിച്ച ഒരു കഷ്ണം പേപ്പറുമായി അമ്മ ഇറങ്ങി വന്നു. ആ കത്തിച്ച പേപ്പർ എടുത്തിട്ട് കെട്ടുപോയി. എടുത്തിട്ട് കെട്ടുപോയി. കെട്ടുപോയി. ഞാൻ ഇതൊക്കെ പറയാ. മൂത്തമകള് LKG ആണ്. 2 വയസ്സുള്ള രണ്ടാമത്തെ മകളാണ്. ഒന്നാമത്തെ മകളാണ് LKG പഠിക്കുന്ന കുട്ടിയായിട്ട് മുട്ടുന്നത്. മൂന്നാമത്തെ മകള് ഗർഭപാത്രത്തിലായിരുന്നു. ആ കുട്ടി പാത്രത്തിൽ ഇറങ്ങുന്ന സമയത്താണ് ഒരു ഭക്ഷണം കഴിച്ചത്. അതെ, കുറച്ച് നല്ല രസമുള്ള കഥ ആയിക്കോട്ടെ. ഈ കാര്യം രാജാവിനെ അറിയാൻ പറ്റും.